അതിപുരാതനവും പ്രശസ്തവുമായ ദക്ഷിണകാശി എന്ന പേരിൽ അറിയപ്പെടുന്ന പെരുമ്പാവൂർ ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കർക്കിടകവാവ് ദിനമായ ഇന്ന് ബലിതർപ്പണം നടത്തുവാൻ പതിനായിരങ്ങളാണ് എത്തിച്ചേർന്നത്. പിതൃപക്ഷ ദായകദാനത്തിനുള്ള ശ്രീകൃഷ്ണസ്വാമിയുടെയും നരസിംഹമൂർത്തിയുടെയും പ്രതിഷ്ഠ കൊണ്ടും അപൂർവമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടൊഴുകുന്ന പുണ്യനദിയുടെ സാന്നിധ്യം കൊണ്ടും ഈ സങ്കേതത്തിൽ ബലിതർപ്പണം നടത്തുന്നത് കാശിക്ക് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് ബലിതർപ്പണത്തിനും ദർശനത്തിനും അതിവിപുലമായ സൗകര്യങ്ങളാണ് ക്ഷേത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് കണക്കിലെടുത്ത ഗതാഗത നിയന്ത്രണങ്ങൾക്കായി പെരുമ്പാവൂർ പോലീസ് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. കവലയിൽ നിന്നും ക്ഷേത്രത്തിലെത്തി ഒക്കൽ കവലവരുടെ റോഡിൽ പൂർണ്ണമായും വൺ വേ സംവിധാനത്തിലായിരുന്നു ഗതാഗതം. നാനാ ഭാഗത്തു നിന്നും എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് യാത്രാ സൗകര്യത്തിനായി പെരുമ്പാവൂർ അങ്കമാലി ഡിപ്പോയിൽ നിന്നും സ്പെഷ്യൽ സർവീസും ഉണ്ടായിരുന്നു. സുരക്ഷയുടെ ഭാഗമായി കേരള ഫയർഫോഴ്സ് പെരുമ്പാവൂർ യൂണിറ്റ് സ്കൂബ ടീം ഉൾപ്പെടെ സ്ഥലത്തുണ്ട്. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഒക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ സേവനവുമുണ്ട്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനല്ലൂർ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 1000-ഓളം പേർക്ക് ഒരേ സമയം ബലിതർപ്പണം നടത്തുവാൻ കഴിയും വിധം ഇവിടെ സൗകര്യം ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തർക്ക് സൗജന്യമായി ക്ഷേത്രം ട്രസ്റ്റിന്റെ വക പ്രഭാത ഭക്ഷണവും ഉച്ചക്ക് പ്രസാദവൂട്ടും ഒരുക്കി. ഭക്തജനങ്ങളുടെ സുരക്ഷിതത്വം കണക്കിലെടുത്ത ദേവസ്വം ട്രസ്റ്റ് 6,35,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയത് ശ്രദ്ധേയമാണ്. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന ചേലാമറ്റം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ കർക്കിടകവാവ് ബലിതർപ്പണം ഇന്നലെ അർദ്ധരാത്രി മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അഭൂതപൂർവമായ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഭക്തജനങ്ങൾക്ക് 6:30 മണി മുതൽ പ്രഭാത ഭക്ഷണം സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴും പ്രഭാത ഭക്ഷണം തുറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അത് തീരുന്ന മുറയ്ക്ക് തന്നെ ഉച്ചഭക്ഷണം പ്രസാദ ഊട്ട് സൗജന്യമായി തന്നെ നമ്മൾ നൽകുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനുള്ള എല്ലാ സജ്ജീകരണവും ഏർപ്പാടുകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞു. നിലവിൽ ഒരു 50,000-ഓളം പേരെങ്കിലും ഇപ്പം നിലവിൽ ബലിതർപ്പണം കഴിഞ്ഞ് കൃത്യമായി തന്നെ മടങ്ങിപ്പോയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ കണക്കാക്കപ്പെടുന്നത്. KSRTC സർവീസ് എല്ലാം രാവിലെ 6 മണിക്ക് തന്നെ ആരംഭിച്ചു. അവരെല്ലാം വൺ വേ സിസ്റ്റത്തിൽ കൂടെ തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പുഴക്കടവിൽ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതൽ ഇന്ന് രാവിലെ ചെറിയ രീതിയിലുള്ള വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായി. എന്നാലും അത് നിയന്ത്രണമായ രീതിയിൽ തന്നെ നമ്മൾ 30ഓളം സിവിൽ ഡിഫൻസ് ഉൾപ്പെടെയുള്ള മുങ്ങൽ വിദഗ്ധരും സ്കൂബ ടീമും നാട്ടിലുള്ള പുഴയും വള്ളവും മുങ്ങൽ വിദഗ്ധനും ഉൾപ്പെടെ അവിടെ ജാഗരൂകരായിട്ട് ജോലിയിൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പഴുതുകളും സുരക്ഷയ്ക്ക് പോരായ്മ വരുന്ന എല്ലാ പഴുതുകളും അടച്ചു തന്നെയാണ് നിലവിൽ ക്ഷേത്രം ട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബലിതർപ്പണത്തിനായി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ട എല്ലാവിധ സൗകര്യവും ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു.